ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിന്ന് നോക്കാം. ഇന്ന് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ നിയർ ഫ്യൂച്ചറുമാണ്. എന്താണെന്ന് നോക്കാം. എന്തായാലും ഇത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ആ വഴിയിലേക്കേ നോക്കണ്ട. ഓക്കെ, പോസിറ്റീവ് മാത്രം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നതേ. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ബോധ മനസ്സിലേക്ക് എന്ത് ചിന്തയാണ് കൊടുക്കുന്നതാണ് വരുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളെപ്പോഴും വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യത്തിനും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ജനിച്ച കാലം മുതലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. സദാസമയവും നിങ്ങൾ കിടക്കാൻ നേരത്ത് പറയണം, നിങ്ങൾക്ക് ഈ നിമിഷം വരെ കിട്ടിയ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും നന്ദി, അത് നിലനിർത്തി തരുന്നതിന് നന്ദി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നന്ദി, അത് ഓരോ നിമിഷം അത് വർദ്ധിച്ച് വരുന്നതിന് നന്ദി. അങ്ങനെ പറയുക. ആരോഗ്യമാണെങ്കിലും പറയുക, ഈ നിമിഷം വരെ എനിക്ക് കിട്ടില്ല ആരോഗ്യത്തിന് നന്ദി, അത് നിലനിർത്തി പോകുന്നതിന് നന്ദി, എൻ്റെ ജീവിതകാലം മുഴുവൻ നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിന് നന്ദി. സൗണ്ട് കുറഞ്ഞു പോയി, സോറി. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. നല്ല നല്ല അഫർമേഷൻസ് പറയാം. അഫർമേഷൻസ് ആവശ്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് അഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യമാണെങ്കിൽ അതെൻ്റെ വാട്സപ്പ് വേണം കേട്ടോ, തന്നെ കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് നിങ്ങളെ കുറിച്ചാൽ ഇതിൽ കുറിച്ചോളൂ, പക്ഷേ ഇതിനെ കുറിച്ചാലും എനിക്ക് ഞാൻ പൊതുവായിട്ട് ഇടത്തില്ല. നിങ്ങളെ പേഴ്സണൽ തന്നാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്, വളരെ അടിച്ചുപൊളിച്ച് നോക്കുവാണ്. നിങ്ങളുടെ എനർജിക്ക് ആരും കുഴപ്പമില്ല. വളരെ നല്ല എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നല്ല സൂപ്പർ എനർജിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ നല്ല അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ടാകാം, നന്നായിട്ട് പ്രെയർ ചെയ്യുന്നുണ്ടാകാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ നല്ല ഹാപ്പി മൂഡിലാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. 4 ഓഫ് കപ്സ് ആണ്. അദ്ദേഹം വളരെ നിരാശയിലാണ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ വായിലൊരു കപ്പുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അതുപോലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട. വളരെ നിരാശയിലാണ്. അദ്ദേഹം ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ ഒരു ഓപ്ഷൻ വന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് വേണ്ടാണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം? നിങ്ങളുടെ എനർജിയിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു സമൃദ്ധിയുടെ കാർഡാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഒരു സപ്പോർട്ടുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാകാം. അതേപോലെ നിങ്ങളെ നല്ല നിലയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ പരസ്പരം വളരെ നിറച്ചിറങ്ങി പരസ്പരം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇപ്പോഴും ആ ഒരു നല്ലൊരു ഓർമ്മയും നല്ലൊരു എനർജിയും നിലനിൽപ്പുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ നല്ല എനർജിയാണ് നിലനിൽക്കുന്നത്. നിയർ ഫ്യൂച്ചറിലേക്ക് എന്താണെന്ന് നോക്കട്ടെ. നിയർ ഫ്യൂച്ചറിലേക്ക് 5 കപ്സ് ആണ്. വൈകാരികമായിട്ട് നിങ്ങൾ തനിച്ചാകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നിയർ ഫ്യൂച്ചറിലാണെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം കാണുന്നില്ല. നിയർ ഫ്യൂച്ചറിലും ഇത് തന്നെയാണ്. കുറച്ചല്പം നമുക്ക് നോക്കാം. ഇതൊക്കെ കുറച്ച് കാലത്തേക്കുള്ള എല്ലാം മൈനർ ആർക്കാണ കാർഡുകളൊന്നും മേജറില്ല. അപ്പോൾ മൈനർ ആർക്കാണ കാർഡാകുമ്പോഴത്തേക്ക് വളരെ കുറച്ച് കാലത്തേക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ റീഡിങ് എന്തായാലും ഒരു നല്ല റീഡിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയും, അയ്യോ നെഗറ്റീവായി പോയല്ലോ എന്ന് പറയണ്ട. ഓരോരുത്തരും കിട്ടിയതിലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാത്തിനും മാറ്റം ഉണ്ടാകുന്നേ. ദിസ് ടൈം ടു പാസ്, കേട്ടിട്ടില്ലേ? ഈ സമയം കടന്നു പോകുന്നു. നമ്മൾ എപ്പോഴും സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ ഓർക്കുക, തൊട്ടടുത്ത് തന്നെ ദുഃഖം പൊതിച്ചുകൊണ്ട് കിടപ്പുണ്ടെന്ന്. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഓർക്കുക, അടുത്ത് തന്നെ സന്തോഷം പൊതിച്ചുകൊണ്ട് കിടപ്പുണ്ടെന്ന്. അപ്പോൾ എന്തായാലും താമസിയാനും നല്ല മാറ്റം വരും. നമുക്ക് നാളെ കൂടെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.